നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വായിച്ചപ്പോ ശരിക്കും എനിക്കൊരു യുദ്ധകഥ പോലെയാ തോന്നിയത്. യുദ്ധകഥയോ? അതെ. ഒരു വശത്ത് നമ്മുടെ ശ്വാസകോശം, മറുവശത്ത് നമ്മൾ ദിവസവും ശ്വസിക്കുന്ന ഈ പൊടിയും പുകയും നിറഞ്ഞ വായു. ശരിയാണ്, അതൊരു പോരാട്ടം തന്നെയാണ്. അപ്പോ ഈ പോരാട്ടത്തില് നമ്മുടെ ശ്വാസകോശത്തെ എങ്ങനെ രക്ഷിക്കാം, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിശയം എന്താന്ന് വെച്ചാ ഇതിനൊരു പരിഹാരമായി ഈ രേഖകൾ പറയുന്നത് യോഗയെയും പ്രാണായാമത്തെയുമാണ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു രീതി. ശരിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ശ്വാസകോശം. എന്നാൽ ആസ്മ, ബ്രോങ്കൈറ്റിസ്, പിന്നെ ഈ പുകവലി കൊണ്ടുണ്ടാകുന്ന COPD, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതെ, ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഈ എഞ്ചിന്റെ പ്രവർത്തനം തകരാറിലാവും. ലളിതമായി പറഞ്ഞാൽ COPD ഉള്ളവർക്ക് ശ്വാസം മുഴുവനായി പുറത്തുവിടാൻ പറ്റാതെ വരും. ഇവിടെയാണ് എനിക്ക് ശരിക്കും ഒരു കൗതുകം തോന്നുന്നത്. ഈ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ സാധാരണ മരുന്നുകളെയല്ലേ ആശ്രയിക്കുന്നത്? അതെ, മരുന്നുകൾ പ്രധാനമാണ്. അപ്പോ വെറുതെ ശ്വാസം നിയന്ത്രിക്കുന്ന ഒരു പഴയ രീതിക്ക് ആധുനിക വൈദ്യശാസ്ത്രം ചികിത്സിക്കുന്ന ഈ രോഗങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. ഇതിന് പിന്നിൽ വ്യക്തമായ ശരീരശാസ്ത്രമുണ്ട്. പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ശ്വാസകോശത്തിന്റെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കാൻ പഠിക്കുകയാണ്. സാധാരണ നമ്മൾ അത്രയും ഉപയോഗിക്കുന്നില്ല അല്ലേ? ഇല്ല. സാധാരണ ശ്വാസം എടുക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷേ ദീർഘമായി ശ്വാസം എടുക്കുമ്പോൾ രക്തത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തും. നിങ്ങളുടെ ഒരു ലേഖനത്തിൽ പറയുന്നത് ഇത് രക്തത്തിലെ ഓക്സിജന്റെ അളവ് ഏതാണ്ട് 5% വരെ കൂട്ടുമെന്നാണ്. അത് നമ്മുടെ മൊത്തം ഊർജത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അപ്പൊ ശരീരത്തിന് കൂടുതൽ ഇന്ധനം കിട്ടുന്നത് പോലെയാണല്ലേ ഈ ഓക്സിജൻ കൂട്ടുക എന്നതിനപ്പുറം വേറെ ഗുണങ്ങളുണ്ടോ? തീർച്ചയായും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇത് ശ്വാസനാളങ്ങളെ ക്ലീൻ ചെയ്യുമെന്നുള്ളതാണ്. ക്ലീൻ ചെയ്യും? അതെ. കഫം പോലുള്ള തടസ്സങ്ങളില്ലേ, അതൊക്കെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. പിന്നെ മറ്റൊന്ന് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതാണ്. സ്ട്രെസ്. അതെ. നിങ്ങൾക്കറിയാമോ, ഈ ആസ്മ പോലുള്ള അസുഖങ്ങൾ സ്ട്രെസ് കൂടുമ്പോൾ വഷളാകാറുണ്ട്. ശരിയാണത്, കേട്ടിട്ടുണ്ട്. പ്രാണായാമം മനസ്സിനെ ശാന്തമാക്കും. അപ്പൊ അത്തരം പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമാകും. ചുരുക്കത്തിൽ നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാനുള്ള ഒരു സ്വാഭാവിക മാർഗമാണിത്. അപ്പോ ഇതൊരു തരം ഇന്റേണൽ ക്ലീനിംഗ് ആണെന്ന് പറയാമല്ലേ? നിങ്ങളുടെ നോട്ടുകളിൽ ചില പ്രത്യേക പ്രാണായാമങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലോ, കപാലഭാതി, ഭസ്ത്രിക എന്നൊക്കെ. ആ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഭയങ്കര ശക്തിയുള്ള ഒന്നായിട്ട് തോന്നുന്നു. എന്താണ് ഇവ സാധാരണ ശ്വാസം എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? കപാലഭാതിയെ പറ്റി നിങ്ങളുടെ ഒരു ലേഖനത്തിൽ സ്കൾ ഷൈനിങ് ബ്രെത്ത് എന്ന് പറയുന്നുണ്ട്. സ്കൾ ഷൈനിങ് ബ്രെത്ത്? അതെ. കാരണം ശക്തിയായി ശ്വാസം പുറത്തുവിട്ട് വയറിലെ പേശികൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂടും. പിന്നെ ശ്വാസനാളത്തിലെ കഫം പുറത്തു പോകാനും ഇത് നല്ലതാണ്. ഭസ്ത്രികയാവട്ടെ ഒരു ബെല്ലോസ് പോലെയാണ്. ബെല്ലോസ്? ഈ തീ ഊതാൻ ഉപയോഗിക്കുന്ന? അതെ, അത് തന്നെ. വേഗത്തില് ശക്തിയായി ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഒരു വ്യായാമം. ഇത് ശ്വാസകോശത്തിന്റെ ശേഷി, അതായത് കപ്പാസിറ്റി കൂട്ടാൻ സഹായിക്കും. ഇത് കേൾക്കുമ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നായി തോന്നാം. പക്ഷേ നിങ്ങളുടെ രേഖകളിൽ ഒരു മുന്നറിയിപ്പും കണ്ടു, ഒരു ഗുരുവിന്റെ മേൽനോട്ടത്തിലേ ചെയ്യാവൂ എന്ന്. അതെന്തുകൊണ്ടാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ രണ്ടും ശരീരത്തിൽ ചൂടുണ്ടാക്കുന്ന ക്രിയകളാണ്. അപ്പോ ഉയർന്ന രക്തസമ്മർദ്ദമോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ഇത് ചിലപ്പോ ദോഷം ചെയ്യും. ശരി. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് എത്രത്തോളം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ഒരു വിദഗ്ധന്റെ സഹായം വേണം. തെറ്റായ രീതിയിൽ ചെയ്താൽ ഗുണത്തെക്കാളേറെ ദോഷം വരാം. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ശ്വാസകോശത്തിന്റെ ആരോഗ്യം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നു എന്നതാണ്, അല്ലെ? ഇതൊരു ഒറ്റമൂലിയായിട്ടല്ല. അല്ല, ഒരിക്കലും അല്ല. മറിച്ച് മരുന്നുകൾക്കൊപ്പം ഉപയോഗിക്കാവുന്ന വളരെ ശക്തമായ ഒരു സഹായക ചികിത്സയായി കാണാം. അതെ, തീർച്ചയായും. നിങ്ങൾ തന്നെ വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു ജീവിത ശൈലിയായി മാറ്റിയാൽ, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ തന്നെ ശീലിച്ചാൽ, നമ്മുടെ ശ്വാസകോശത്തിന് അതൊരു കവചം പോലെയാകും. ഒരു സംരക്ഷണം. അതെ. രോഗങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്താനും നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നമ്മൾ ഒരു ദിവസം ഏകദേശം 20,000-ൽ കൂടുതൽ തവണ ശ്വാസം എടുക്കുന്നുണ്ട്. എന്നാൽ
അതിൽ ഒരൊറ്റ ശ്വാസത്തിലെങ്കിലും നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കാറുണ്ടോ? നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും നമ്മുടെ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരവസരമായി കണ്ടാൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ എന്ത് മാറ്റമായിരിക്കും അതുണ്ടാക്കുക?